ചില ടീമുകളെ ഇങ്ങനെയൊക്കെ പണിയാൻ ഏൽപ്പിച്ചിട്ട് എടുത്തോളാന്നൊക്കെ പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ലടാ. എല്ലാവരുടെയും ഇങ്ങനെ പൈസ ഒന്നും എത്രയോ വെച്ചോണ്ടൊന്നും അല്ലല്ലോ. ഇന്ന് എടുത്തോളാന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ പറയാം, അയ്യോ ചേട്ടാ പൈസ ഇല്ല, കടം പറയാനൊക്കെ തരും. അപ്പൊ ഇവര് പറയും ഈ താടിക്കാരനാ ഓടാ, അതാണ് അജു. അജി അതൊന്നും അല്ല, അതൊന്നും അല്ല. കതറിട്ട് കിടക്കുന്ന ഇത്ര വെള്ളം. അത് പൊട്ടനാന്നുള്ളൂ, അതിനകത്ത് വൃത്തിക്കാൻ നടക്കുള്ളൂ. അതിനെ കണ്ടാരും പറയത്തില്ല പൊട്ടനാന്ന്. വർത്താനം പറഞ്ഞാൽ മനസ്സിലാവും. അതിങ്ങനെയൊന്നും വന്ന് നിൽക്കത്തൊന്നുമില്ല. അത് പള്ളി വിറ്റതുണ്ട് എപ്പോഴും. ഇല്ല, എല്ലാ പരിപാടി പള്ളിയുടെ എല്ലാ പരിപാടിക്കും മുമ്പിലുണ്ട്. പെരുന്നാളിന് കണ്ടിട്ടില്ലേ, പുള്ളി ഒരു വാഴ്ച എനിക്ക് വന്ന വീട്ടിൽ വെച്ചിരിക്കുകയെന്നാ എല്ലാ പെരുന്നാളും വരുമ്പോൾ കുത്താനായിട്ട്. എന്നിട്ട് ഈ കുത്തി ഇങ്ങനെ പുള്ളി പള്ളിയിൽ നിന്ന് കൊടുക്കുന്നൊന്നും ആയിരിക്കില്ല. അത് പുള്ളി അതും കുത്തി അങ്ങനെ ഇരിക്കില്ല. അങ്ങനെ ടീമാണെന്ന് പറയുന്നത്. പണ്ടത്തെ ഒരു വലിയ കറിയ സാറിന്റെ മകളെന്നൊക്കെ പറയുമ്പോ മകനെന്നൊക്കെ പറയുമ്പോ ഒരു ഇതുണ്ട് വരാൻ. ഒരുമാതിരി കാലത്തൊക്കെ നീ വേണേ അവിടെ നിന്ന് കേറിട്ട് പോരുന്നു. ഇപ്പൊ ഇല്ല, ഞാനിപ്പോ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരും. വന്നിട്ട് ഞാൻ വൈകിട്ട് തിരിച്ചു വരും. എയർപ്ലെയിനിൽ വരും. പറഞ്ഞ ഈ പുള്ളി വീട്ടിൽ ഇരിക്കുകയാണ്. അല്ല പിന്നെ ഞാനിപ്പം പോയിട്ട് ഇപ്പം തന്നെ തിരിച്ചു പോരാനോ? ഞങ്ങള് പൊക്കോളാം, നീ പോയിട്ട് കേറിട്ട് പോന്നാ പോരാന്നേ ചോദിക്കുന്നത്. എപ്പോഴേലും വന്നാ മതി. നീ ഇവിടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങള് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയല്ലല്ലോ, എനിക്ക് എന്റെ കഞ്ഞി അവിടെ പയറും കടുപ്പം കിടക്കുന്നേ ഉള്ളൂ. അതെനിക്കൊന്ന് തോരനാക്കണം. വൈകിട്ട് കഞ്ഞി വേണം. സമയം പോലും അതല്ലേ ഇപ്പൊ അങ്ങോട്ട് വരുന്നത്. വീടോട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് പോരണ്ടേ? ഇപ്പോഴാകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോഴാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കുളിച്ച് പ്രാർത്ഥന അതെല്ലാം കഴിയുമ്പോൾ നീ അവിടെ വരികയില്ലേ. അതായത് പറഞ്ഞു ഇവിടെ ഇറക്കി വിടാം. അതുപോലെ നീ ലോക്കിൽ വെക്കുന്ന 2 നടപ്പ് നടക്കുകയും പറയുന്ന കഞ്ഞിക്ക് തന്നെ വെക്കാൻ കഞ്ഞി പകുതി വേവിച്ചിട്ടു. പകുതി കൂടെ വേവിക്കണം കുക്കറിൽ. അതൊക്കെ വന്നിട്ട് ഇതൊക്കെ പ്രാർത്ഥന ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇവിടെ ഇവിടെ 2 പാട്ട് പാടിയല്ലോ. ഒരു ദിവസം വായിച്ചിട്ട് പോരാനല്ലേ, അത് മതിയെന്നേ. ഇങ്ങനെ രാത്രിയാണ് നോക്കിയിട്ടില്ല. ചെയ്യാമോ? എന്നെ ഇവിടെ ഇറക്കി വിട്ടേ. അച്ചാച്ചൻ്റെ 8:30 വരാമോ ഇങ്ങോട്ട്? അച്ചാച്ചൻ കാണുന്നില്ല, അയാളെ അതിനെ കാണണ്ടേ? ഞാൻ നാളെ രാവിലെ വന്നാലും പോരെ? വേണ്ട, അന്നേരം പിന്നെ അച്ചാച്ചനോട് എനിക്ക് അങ്ങോട്ട് തിരിച്ചു വരാം. ഞാൻ വരാം. എന്നിട്ട് എനിക്ക് നാളെ വരണ്ട. അന്നേരം വന്നിട്ട് എനിക്ക് കഞ്ഞിയൊക്കെ ചെയ്താൽ മതിയല്ലോ. ഭാവിക്കത്തോറിനൊക്കെ ഇരിപ്പുണ്ട് കഞ്ഞി. എങ്ങനെയാണല്ലേ എന്നെ കഷ്ടപ്പെട്ടതല്ലേ. അല്ല ഇന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് അതായത് പറഞ്ഞു. എത്ര സമയം ഇരുന്നു? രാവിലെ 1 മണിക്കൂർ. ഈ കണ്ണാടി വെച്ച് തിരിച്ചു വെച്ചോട്ടെ. എങ്ങോട്ടാ വണ്ടി ഇതാടാ? എന്റെ പഴയ വീടാ. എന്റെ ബുദ്ധി 7 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് നോക്കായിരുന്നു. ഇങ്ങോട്ട് 9 അതെന്നാടാ അങ്ങോട്ടാണോ പൂത്തിരിക്കുന്നത്? ഇവിടെ അങ്ങോട്ട് അത് ഹലോ ആണോ? നമ്മുടെ പോലത്തെ വണ്ടി എന്നാ അത് ഉണ്ടാകത്തില്ല. നീ ആ പൂക്ക് മാത്രമേ ഉള്ളൂ? ശൃംഗാരിയ കിട്ടിയിട്ടല്ലോ വരണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ മുഴുവൻ ബ്ലോക്കേഴ്സ് ഇറക്കട്ടെ. ഇപ്പോഴാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഇരിക്കുക. അതാ ഞാൻ പറയും. നമ്മുടെ വണ്ടി കയറി കല്ലുണ്ടായിരുന്നു. കല്ല് കൂട്ടിയത്